റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം, എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം? എന്തിനത് ചെയ്തു സ്വഹാബിമാർ? എന്തിനത് ചെയ്തു? സ്വഹാബിമാർക്കറിയാം പുണ്യനബി തങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം, അത് ഡിലേ ചെയ്യരുത്. 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞതിൽ 3, അതിലൊന്ന് ഇദാ ഹളറത്തിസ് സ്വലാഹ്, നിസ്കാരം ആസന്നമായാൽ പിന്നെ നിസ്കാരം നീട്ടിക്കൊണ്ടു പോകരുതേ, പെട്ടെന്ന് നിർവഹിക്കണമേ. 2, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് പ്രായവും സമയവും ആയിക്കഴിഞ്ഞാൽ നാടിൻ്റെ നിയമമുണ്ടെങ്കിൽ ആ നിയമം 18 ആണ്, 18 കഴിഞ്ഞിട്ട് മതി. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നീട്ടരുത്. പിന്നെ ഒരു കോഴ്സ് കഴിയട്ടെ, ഒരു ജോലി കിട്ടട്ടെ, കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവർ പഠിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിച്ചത് മുഴുവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അൽ അല്ലാമ, സ്വഹാബികളിലെ പണ്ഡിതയാണ്, സ്വഹാബികളുടെ ഉസ്താദാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിച്ചത് മുഴുവൻ തങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ ഡിലേ ചെയ്യരുത്. 3ാമത്തെ വിഷയം, മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ വേഗം മറവ് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്. അള്ളാഹു നമുക്ക് മരണമാസന്നമാകുമ്പോൾ അതൊരു നല്ല സമയത്തും നല്ല നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ടു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. എന്തായാലും പോവും. ഇതിങ്ങനെ